അപ്പോൾ 2ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠഭാഗമായ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്നതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഡയറി കുറിപ്പാണ്. എന്താണ് ഡയറി? നമുക്ക് നോക്കാം. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ആദ്യമായിട്ട് എന്താണ് മുകൾ ഭാഗത്ത് കാണാം, 2024 ആഗസ്റ്റ് 15 വ്യാഴം കൊടുത്തത് കാണാം. അതേപോലെ ഡേറ്റും ദിവസവും ഇട്ടിട്ടാണ് നമ്മൾ ഡയറി എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഡയറി പരിചയപ്പെടുന്നത് ഈ വർഷമായിരിക്കും ചിലപ്പോൾ കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാ ഡയറിയിൽ ഉള്ളതെന്ന്. ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. പതിവിലും നേരത്തെ സ്കൂളിൽ പോയി. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന 3 നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി. കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു. അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു. എനിക്ക് സന്തോഷമായി. വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ, കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ, വാഹനങ്ങളിലെല്ലാം മൂവർണ്ണ കൊടികൾ. വഴിയിൽ പലയിടത്തും പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളും 3 നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂളിലും പായസമുണ്ടായിരുന്നു, അടപ്രഥമൻ. ഞങ്ങൾ പായസം കുടിച്ചു. നല്ല സ്വാദ്, എനിക്കിഷ്ടമായി. ഉച്ചയ്ക്ക് വീട്ടിലെത്തി. കൂട്ടുകാരോടൊപ്പം കളിച്ചു. ടിവിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ. ഡയറി വായിച്ചല്ലോ. സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം കേട്ടോ അതിൽ നിന്നുള്ള. അപ്പോൾ എന്തൊക്കെയാ പരിപാടികൾ എന്നുള്ളത് നമ്മൾ ഈ പാഠം വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ. കവിത വായിക്കാം, ഈണത്തിൽ ചൊല്ലാം. സ്വാതന്ത്ര്യം. ചന്തുവിനുണ്ടൊരു സന്ദേശം, എന്താണമ്മേ സ്വാതന്ത്ര്യം? ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ്. ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ. ചന്തുവിനുത്തരമെന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ. ബന്ധനമില്ലെന്നാകീടിൽ, അതാണു കുഞ്ഞേ സ്വാതന്ത്ര്യം. കെ പല്ലശന. കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം. ഇന്ന് സാരംഗിൻ്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ. കൂട്ടിലിരുന്ന് കിങ്ങിണി തത്തമ്മ കൊഞ്ചി പറഞ്ഞു. പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി. കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും കിങ്ങിണിയെ ഇഷ്ടമായി. കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു. വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി. കേക്ക് മുറിച്ചു. പിറന്നാൾ സദ്യ ഉണ്ടു. കൂട്ടുകാർ ഒന്നിച്ച് കളിച്ചു തിമിർത്തു. പിറന്നാൾ കെങ്കേമമായി. സാരംഗിന് സന്തോഷമായി. രാത്രിയായി. കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാവും, അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത്. പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ. അവൾക്കുമുണ്ടാവില്ലേ അച്ഛനും അമ്മയും? അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും. സാരംഗിന് ഉറക്കം വന്നില്ല. അവൻ മെല്ലെ എഴുന്നേറ്റു. കുറുക്കൻ്റെ ഓരിയിടലും നായ്ക്കളുടെ കുരയും വകവയ്ക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു. വരാന്തയുടെ അങ്ങേ തലക്കിലേക്ക് നടന്നു. എങ്ങും ഇരുട്ട്. അവൻ പക്ഷിക്കൂടിനടുത്തെത്തി. കൂട്ടിൽ കിങ്ങിണി ഒറ്റയ്ക്ക്. സാരംഗ് കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. കൂട് തുറന്നു. കിങ്ങിണി വന്ന് അവൻ്റെ കയ്യിൽ ഇരുന്നു. അതിൻ്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി. ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഇനി നമുക്ക് മഹാത്മജിയെക്കുറിച്ചുള്ള ഒരു കവിത നോക്കാം. മുൻപരിപ്പല്ലു പോയ മോണ കാട്ടിച്ചിരിച്ചൊരാൾ, ചമ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ? അതാണു ഗാന്ധി അപ്പൂപ്പൻ, ആരിലും കനിവുള്ളവൻ, കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ. വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പുവെന്നു പലപ്പോഴും, ആ വാക്കു കേട്ടിരിക്കും നീ അച്ഛനെന്നർത്ഥമായിടും. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേരു നീളെ പ്രസിദ്ധമായി. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. നമ്മുടെ പതാക. നമ്മുടെ ദേശീയ പതാകയ്ക്ക് 3 നിറങ്ങളുണ്ട്. മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളയും താഴെ പച്ചയും. അപ്പോൾ ഈ ചിത്രത്തിൽ നിറം നൽകാമെന്ന് കാണാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? മുകളിൽ ഏത് നിറാണ് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്? കുങ്കുമനിറം അല്ലേ. നടുക്ക് വെള്ള അല്ലേ. താഴെയായിട്ടോ പച്ചയും കൊടുക്കുക.
മധ്യത്തിലായി എന്തുണ്ട്? ഒരു ചക്രം കാണാം അല്ലേ? എന്താണത്? അശോക ചക്രം. ചാച്ചാജിയുടെ റോസാപ്പൂവ്. നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു, അതുപോലെ പൂക്കളെയും. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു. അവൾ നല്ല ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു. പൂവ് വാങ്ങാൻ അദ്ദേഹം കൈനീട്ടി. കുട്ടി അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു. താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം കുട്ടിയുടെ കവിളത്ത് സ്നേഹപൂർവ്വം തലോടി. അന്ന് മുതലാണത്രേ നെഹ്റു തൻ്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത്.